നമുക്കിന്ന് വളരെ കുറഞ്ഞ ചെലവിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കി എടുത്താലോ. നമുക്ക് ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. ഈ ഒരു ബോക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയെന്ന്. അതേ, നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോക്സ് തന്നെയാണിത്. ഞാൻ എൻ്റെ പ്രൈസ് ടാഗ് കളഞ്ഞു നോക്കിയാൽ, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമ്മളിതിൽ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോക്സ് റെഡിയാക്കി എടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെറിയ പിള്ളേർക്കൊക്കെ നമ്മൾ കേക്കിൻ്റെ ഒപ്പം ഇങ്ങനെ ചോക്ലേറ്റ് ചിലർ വാങ്ങി കൊടുക്കാൻ പറയാറുണ്ട്. മിക്കവാറും ഗൾഫിലുള്ള ഉപ്പാരൊക്കെയാണ് നമുക്ക് അങ്ങനെ ഓർഡർ തരാറ്. അപ്പോൾ കേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ചോക്ലേറ്റ്സും അതിൻ്റെ കൂടെ വാങ്ങാൻ പറയാറുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ കവറിലാക്കി കൊടുക്കാണ്ട് ഇതേപോലെ ഒരു ബോക്സിലാക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബോക്സൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് നമുക്ക് ബോക്സിന് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ റേറ്റ് ലാഭമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മൾ അവർക്ക് അത്ര റേറ്റ് ഒന്നും വരികയില്ല. മറ്റേ ബോക്സിന് തന്നെ 200, 300 അതിൻ്റെ മുകളിലേക്കാണ് ഉള്ളത് കൂടുതലും. അപ്പോൾ ഈ ഒരു ബോക്സിന് അത്യാവശ്യം നമുക്ക് വലിപ്പം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും നല്ല റേറ്റ് വരും. പിന്നെ ഇത് ഡ്രസ്സിൻ്റെ ബോക്സ് അല്ലേ വെച്ചിട്ട് കാണുമ്പോൾ ഒരു ബോറും ഇല്ല കേട്ടോ. നമ്മളിത് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇങ്ങനെ ഈ ഒരു ബോക്സാന്ന് തന്നെ നമുക്ക് തോന്നില്ല. പിന്നെ ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചാട്ടോ നമ്മളിത് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരേ ബഡ്ജറ്റ് ആവണമെന്നില്ലല്ലോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സ് അങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് അതേ ഒരു മോഡലിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ആ ഒരു ബോക്സിൻ്റെ ആ ഒരു എമൗണ്ടിന് നമുക്ക് ആ ഒരു ചിലവ് ഇതിന് വരുന്നില്ല. ഇതിനാകെ നമുക്കൊരു ആ ഒരു പെയിൻറ്റിനാകെ 25 രൂപയായിട്ടുള്ളൂ. പിന്നെ അതിൽ ഇനിയും ബാക്കിയുണ്ട്. പിന്നെ നമ്മൾക്ക് ഈ ഒരു ബോക്സ് നമ്മൾ ഡ്രസ്സും കടയിൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണ്. പിന്നെ നമ്മൾ കുറച്ച് റാപ്പ് ചെയ്യാനുള്ളതും പിന്നെ ആ ഒരു തെർമോക്കോളിനെ മാത്രം. എന്നാലും 100ൻ്റെ അടിയിക്ക് നമുക്ക് ഈ ഒരു റേറ്റ് എന്തായാലും വരുള്ളൂ. ഇതേപോലെ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നോർമൽ കവറിൽ കൊടുക്കണേക്കാളും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ല അട്രാക്ഷൻ ആവും, നല്ല ഹാപ്പി ആവും എന്തായാലും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൽ 2 ചോക്ലേറ്റിൻ്റെ പാക്കറ്റാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു തെർമാക്കോൾ മുകളിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ഒരു ഗിഫ്റ്റ് ബോക്സ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പല വിധത്തിൽ ഞാൻ ഈ ഒരു ചോക്ലേറ്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ലാസ്റ്റ് ഫൈനൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ചെയ്തപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് റാപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വീഴൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റാപ്പ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ആ ഒരു സൈഡ് ഞാനിങ്ങനെ ചിരിച്ച് നോക്കിയ ടൈമിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങി പോകുന്നുണ്ടായിരുന്നു. അത് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. പിന്നെ നമ്മൾ ഈ ഒരു റാപ്പ് ചെയ്യാനും യൂസ് ചെയ്യണ ഈ ഒരു ഷീറ്റിനാകെ 4 രൂപ 5 രൂപ അങ്ങനെ എന്തോ വരുന്നുള്ളൂ കേട്ടോ. അധികം എമൗണ്ട് ഒന്നും ഇല്ല. ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷീറ്റാട്ടോ ഇത്. ഒക്കെ ഉണ്ടാവും. ഞാനിങ്ങനെ ചെയ്യുന്ന ടൈമിൽ അതിങ്ങനെ ചിരിഞ്ഞ് പോയപ്പോൾ തന്നെ എല്ലാ ചോക്ലേറ്റ്സും വീണ് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അതൊക്കെ മാറ്റിയത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ഒരു ബോക്സിൽ ചോക്ലേറ്റ്സ് ഒക്കെ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. പിന്നെ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഓരോ മോഡലിൽ ഞാൻ വെച്ച് നോക്കും, പക്ഷേ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും ചെയ്തിട്ടാണ് പിന്നെ ലാസ്റ്റ് ഈ ഒരു മോഡലിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെയുള്ള ഗിഫ്റ്റ് ബോക്സും അതുപോലെ ഹാമ്പേഴ്സും ഒക്കെ ഇങ്ങനെ ഓരോ വീഡിയോയിൽ ചെയ്യണ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് രസമല്ലേ, ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ച് പോയാൽ മതിയല്ലോ, ഈസി ആയിട്ടുള്ളൊരു പണി, കേക്കിനേക്കാൾ സിമ്പിളാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത്ര കണ്ട് ഈസി എന്നല്ല. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കണം. അത് നമുക്ക് ഓരോരുത്തരുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ ടാസ്ക് ഉണ്ടെന്ന് എന്തായാലും മനസ്സിലായി. അപ്പോൾ നമ്മളിത് ഓരോ ചോക്ലേറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടാട്ടോ പിന്നെ വെച്ച് കൊടുക്കുന്നത്. അതാ മനങ്ങില്ല, അവിടെ അടിപൊളിയായിട്ട് തന്നെ നിന്നോളും. പിന്നെ തെർമാക്കോൾമലല്ല, അപ്പോൾ അവർക്ക് എടുത്ത് മാറ്റിയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് ഇങ്ങനെ എല്ലാതും സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മളിതിങ്ങനെ റാപ്പ് ചെയ്തും കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ചെയ്തില്ല, അതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലുള്ള ചോക്ലേറ്റ്സിന്റെ ഒക്കെ ഓർഡർ എനിക്ക് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. കാരണം കേക്കിന്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറയാറുണ്ട്. ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ചിലർ ഗിഫ്റ്റ് ഒക്കെ പറയാറുണ്ടായിരുന്നു. നമ്മളതൊക്കെ നോർമലി കവറിൽ അങ്ങനെ വാങ്ങി കൊടുക്കാറാണുള്ളത്. പക്ഷെ ഇതിങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് എന്തോ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയില്ല. ഫൈനൽ ലുക്ക് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.